ഹായ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ റെഡ് റോസിലെ കുറച്ച് വിളവെടുക്കാറായിട്ടുണ്ട്. ഇതുണ്ടോ, തണ്ടൊക്കെ നല്ല റോസ് കളറും ഇല നല്ല ചുവന്ന കളറൊക്കെ ആയിട്ടേ നല്ല ടേസ്റ്റുള്ള ചീര കേട്ടോ ഈ ഒരു റെഡ് റോസ് ചീര. ടേസ്റ്റും മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിൻ്റെ തണ്ടിൻ്റെ വണ്ണമൊക്കെ കണ്ടോ, നല്ല വണ്ണമുള്ള തണ്ടും അതുപോലെ ചുവട്ടിനേ ഇലകളും ഉണ്ട്. നമ്മുടെ ചുവന്ന ചീരയൊക്കെ ഏകദേശം അങ്ങനെ പൊങ്ങിപ്പോയി മുകൾ വശത്ത് മാത്രം കുറച്ച് ഇലകളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ ഈ റെഡ് റോസ് ചീര അങ്ങനെയല്ല കേട്ടോ, ചുവട്ടിനേ നിറച്ച് ഇലകളും ഇതിൻ്റെ ഇല കണ്ടോ നല്ല പൂ പോലെ തന്നെ നല്ല വിരിഞ്ഞ് നിൽക്കുന്ന ഇലകളും നല്ല കളറും അതുപോലെ വലിയ കീടശല്യമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വിൽപ്പനയ്ക്കൊക്കെ ആയിട്ട് ഈ ചീരകൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു റെഡ് റോസ് ചീര നല്ല ലാഭമാണ് കേട്ടോ. കാരണം ഒരു 3-4 തണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഏകദേശം ഒരു 1/2 കിലോ ഒക്കെ ആവും. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാൻ കുറച്ച് ഏരിയയിലായിട്ട് കുറച്ച് നമ്മൾ പറിച്ച് നട്ടതാണ്. അങ്ങനെ പറിച്ച് നട്ട് ഏകദേശം 2 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചീര വിളവെടുക്കാറായിട്ടോ. അപ്പം നമ്മുടെ ചീര ഉണ്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വിളവെടുപ്പാണ്. അപ്പം നമ്മുടെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ.